സൂപ്പർ താരങ്ങളുമായി എത്തും, സൂപ്പറായി പൊട്ടും. ഇതായിരുന്നു ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒരു കാലത്തെ ദുര്യോഗം. ലോകകപ്പുകളിലും യൂറോ കപ്പുകളിലും വമ്പൻ ടീമെന്ന മേലങ്കിയുമായി എത്തി ആരാധകരെ നിരാശപ്പെടുത്തിയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ സുവർണ തലമുറ കളമൊഴിഞ്ഞത്. എക്കാലത്തെയും മികച്ച മധ്യനിര താരങ്ങളായ ഡേവിഡ് ബെക്കാമും സ്റ്റീവൻ ജെറാർഡും ഫ്രാങ്ക് ലാംപാർഡും, എക്കാലത്തെയും മികച്ച പ്രതിരോധ ഭടന്മാരായ ജോൺ ടെറി, അഷ്ലി കോൾ, ഗാരി നെവിൽ, റിയോ ഫെർഡിനാൻഡ്, മുന്നേറ്റത്തിൽ ബലൻഡോർ ജേതാവായ മൈക്കൽ ഓവനൊപ്പം ഉയരം കൊണ്ടും അക്രോബാറ്റിക് സ്കിൽ കൊണ്ടും ആരാധകരുടെ പ്രിയ താരമായ പീറ്റർ ക്രൗച്ചും, കൗമാര താരമായ വെയിൻ റൂണിയും തിയോ വാൽക്കോട്ടും അടക്കമുള്ളവർ. ഗോൾ വല കാക്കാൻ ഡേവിഡ് ജെയിംസ് ഒരു കിരീടം പോലുമില്ലാതെ മടങ്ങിയതിന് കാരണം പറയുകയാണ് സൂപ്പർ താരം സ്റ്റീവൻ ജെറാർഡ്. അത് പ്രതിഭകളുടെ ഒരു കൂട്ടം മാത്രമായിരുന്നു, ഒരിക്കലും ഒരു ടീമായിരുന്നില്ല. നല്ല ബന്ധം വളർത്താൻ സാധിക്കാത്തതാണ് ടീമിനാകെ തിരിച്ചടിയായതെന്നും ജെറാർഡിൻ്റെ വാക്കുകൾ. അന്നത്തെ ടീം അംഗമായിരുന്ന റിയോ ഫെർഡിനാൻഡിനൊപ്പം പോഡ്കാസ്റ്റിലാണ് ജെറാർഡിൻ്റെ തുറന്നു പറച്ചിൽ. ഇംഗ്ലണ്ടിൽ പരസ്പരം പോരടിക്കുന്ന ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ആഴ്സണൽ ടീമുകളുടെ സൂപ്പർ താരങ്ങളുടെ ഈഗോയാണ് എല്ലാം നഷ്ടമാക്കിയതെന്നും ജെറാർഡ്. റൈവൽ ക്ലബ്ബുകളായതിനാൽ താരങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നില്ലെന്നും ജെറാർഡ് പറയുന്നു. സമീപകാലത്തെ ഇംഗ്ലണ്ടിൻ്റെ പ്രകടനങ്ങളിൽ ഗാരത്ത് സൗത്ത്ഗേറ്റ് ഉണ്ടാക്കിയ മാറ്റത്തെ പ്രശംസനീയമെന്നും ജെറാർഡ് വിശേഷിപ്പിച്ചു. 2018 ലോകകപ്പിൽ സെമിയിലെത്തിയ ഇംഗ്ലണ്ട് 2 യൂറോ കപ്പുകളിൽ ഫൈനലും കളിച്ചു. ടീമിൽ നല്ല ഫുട്ബോൾ സംസ്കാരം കൊണ്ടുവന്ന പരിശീലകനാണ് സൗത്ത്ഗേറ്റെങ്കിലും അർഹിക്കുന്ന ആദരം കിട്ടിയില്ലെന്നും സൂപ്പർ താരം. നിലവിൽ തോമസ് ട്യൂഷേലിൻ്റെ കീഴിൽ മറ്റൊരു ലോകകപ്പിനായി ഒരുങ്ങുകയാണ് ഇംഗ്ലണ്ട് ടീം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.